ഹായ് ഡീസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഒരു കുഞ്ഞു ഗ്ലാസ്സുമായിട്ടാണ്. കുറേ നാൾ മുന്നേ നമ്മൾ വേസ്റ്റിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് പാത്രങ്ങളൊക്കെ കിട്ടിയ ഒരു വീഡിയോ ചെയ്തിട്ടില്ലേ. അതിൻ്റെ കൂട്ടത്തിൽ കുറേ കുഞ്ഞു 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 ക്യൂട്ടായിട്ടുള്ള കുറേ ഗ്ലാസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയതാണ് കേട്ടോ ഈ ഒരു ഗ്ലാസ്. നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള വർക്ക് കാണാം. അപ്പോൾ അത് തന്നെ ഇതുപോലെ നമ്മളൊരു മൂടി എടുത്തിട്ടുണ്ട് കുപ്പിയുടെ. അത് വെച്ചിട്ട് 3 റൗണ്ട് നമ്മൾ കാർഡ്ബോർഡിൽ കട്ടിയുള്ള ഏതെങ്കിലും സർഫസിൽ കട്ട് ചെയ്തെടുക്കാമോ. ഞാൻ ഇവിടെ കാർഡ്ബോർഡിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. ആ ഒരു റൗണ്ട് ഷേപ്പാണ് നമ്മുടെ ഈ ഒരു വർക്കിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഐറ്റം കേട്ടോ. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ ആ റൗണ്ട് 3 ഷേപ്പ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു സ്ട്രോ വേണം. ആ സ്ട്രോയിന് തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് കുറേ കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ നോർമൽ നമ്മൾ ഫ്രൂട്ടിയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു കുഞ്ഞ് സ്ട്രോ അല്ലേ, അതാണ് ഞാൻ യൂസ് ചെയ്തത് കേട്ടോ. അതിതാ ഇതുപോലെ നമ്മൾ വെച്ച് നോക്കുന്നുണ്ട് എങ്ങനെയുണ്ട് എന്നുള്ളത്. പിന്നെ കുറേ നാൾ മുന്നേ എൻ്റെ കൈ പൊള്ളിയ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പൊട്ടിയിട്ട് അതിൻ്റെ ഫസ്റ്റ് ലെയർ അതൊന്ന് പോയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് ഉണങ്ങിക്കഴിഞ്ഞാലുള്ള ആ ഒരു കലയൊക്കെ മാറാൻ എത്ര ടൈം എടുക്കുമെന്ന് അറിയില്ല. കല മാറാൻ എന്തെങ്കിലും ഐഡിയ അറിയുന്ന അല്ല ടിപ്പ് അറിയുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മൾ സ്ട്രോ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു പിടിയില്ലേ കപ്പിൻ്റെ ആ ഒരു ഹാൻഡിൽ ഭാഗത്തേക്ക് ഇതുപോലെ ഗ്ലൂ ഗൺ വെച്ചൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു റൗണ്ട് ഷേപ്പ് കാർഡ്ബോർഡ് ഉണ്ടല്ലോ, അത് ഇതുപോലെ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ. അപ്പോൾ ഈ ഫ്രണ്ടിലത്തെ പോർഷൻ കാണുമ്പോൾ തന്നെ ചെറിയൊരു ഐഡിയ വന്നിട്ടുണ്ടാവില്ലേ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഗസ്റ്റുള്ള കൂട്ടുകാരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഗ്ലൂ ഗണ്ണ് നല്ല രീതിയിൽ ഒട്ടുന്ന വരെ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ആ ഒരു സ്ട്രോ തന്നെ ഇതുപോലെ ഒരു വൈ ഷേപ്പിൽ ഒരു ടീ ഷേപ്പിലൊക്കെ കട്ട് ചെയ്തിട്ടൊന്ന് എടുക്കുന്നുണ്ട്. അതിലേക്ക് ഇതുപോലെ നമ്മൾ ഗ്ലൂ ഗണ്ണ് അപ്ലൈ ചെയ്തിട്ട് അതിനെ ഒന്ന് ഹാർഡാക്കി എടുത്തതിന് ശേഷം അതും ഇതുപോലെ നമ്മളൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു സ്ട്രോയിൻ്റെ പീസും കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് സെറ്റാക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ ഒരു കാർഡ്ബോർഡിൻ്റെ കുഞ്ഞു പീസും കൂടി നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ആയപ്പോൾ ഒരു ചെറിയ കുഞ്ഞു വണ്ടിയുടെ പോലത്തെ ഒരു ഫീല് വന്നോ. എന്തായാലും കളറൊക്കെ കൊടുത്ത് സെറ്റാക്കുമ്പോൾ നല്ല അടിപൊളി ലുക്ക് തന്നെ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ് ആയിട്ടുള്ള അതിൻ്റെ ലുക്ക്. ഇനി നമുക്ക് ബേസ് കോട്ട് വൈറ്റ് അടിക്കണം. നല്ല നീറ്റായിട്ട് ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യണം. കുറച്ച് കട്ടിയിൽ തന്നെ അടിച്ചു കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ഇതിൽ കളർ കൊടുക്കുമ്പോൾ നല്ല കിടിലനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ബേസ് കോട്ട് നമുക്കൊന്ന് നല്ല നീറ്റായിട്ട് ഒരു കോട്ട് അടിച്ചു കൊടുക്കാം. ഞാൻ നോർമലി എടുക്കുന്ന വാൾ പെയിൻറ്റ് തന്നെയാണ് ഇവിടെ ബേസ് കോട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും ആക്രിലിക് പെയിൻ്റൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ പെയിൻ്റൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇനി പെയിൻ്റൊന്നും ഇല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറൊക്കെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടും ആ ഒരു കളർ ആ ഒരു ബേസ് നമുക്ക് വൈറ്റ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ വൈറ്റ് പെയിൻറ്റ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇവിടെയൊക്കെ നമുക്കിനി കളർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നല്ല തിക്കായിട്ടൊരു കോട്ട് വൈറ്റ് പെയിൻറ്റ് അടിക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു 2-3 ലെയറോളം അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് നല്ല നീറ്റ് റിസൾട്ട് കിട്ടിയിട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ എല്ലാം കവർ ചെയ്തിട്ട് ഉണക്കിയെടുത്തപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. നല്ല ഭംഗിയില്ലേ, എനിക്കിഷ്ടപ്പെട്ടു. ഒരു കപ്പിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇനി നമുക്ക് ആ ഒരു കോട്ട് ഉണങ്ങിയതിന് ശേഷം കളർ കൊടുക്കാം. കളർഫുള്ളായിട്ടുള്ള കളേഴ്സാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കാരണം ഈ ഒരു കൈൻഡ് ഓഫ് വണ്ടി നമ്മൾ രാജസ്ഥാനി ലുക്കൊക്കെ പോലെ ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഓട്ടോറിക്ഷ കൈൻഡ് ഓഫ് ഒരു സംഭവമുണ്ട് ഇതുപോലത്തെ. ആർക്കൊക്കെ അത് അറിയാമെന്നറിയില്ല, പറഞ്ഞാൽ മനസ്സിലാവുമെന്നും അറിയില്ല. ഞാൻ ഫോട്ടോയിലൊക്കെ പണ്ട് കണ്ടിട്ടുണ്ട്. ഈ രാജസ്ഥാനി തീം പറഞ്ഞാൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സാണ്. അപ്പോൾ ആ ഒരു കളർഫുള്ളായിട്ടുള്ള കളേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഓറഞ്ചിഷ് യെല്ലോ ആണ് ടയറിന് കൊടുക്കുന്നത്. എല്ലാ ടയറും ആ ഒരു കോംബോ ആ ഒരു കളറിൽ തന്നെയാണ് ഞാൻ ചെയ്തെടുത്തത് കേട്ടോ. പിന്നെ അതിൻ്റെ ബോഡി പോർഷനിലായിട്ട് വരുന്ന പോർഷനിൽ ഒരു പേസ്റ്റൽ ഗ്രീനാണ് കൊടുക്കുന്നത്. ഒരു ഗ്രീനിൻ്റെ കൂടെ കുറച്ചധികം വൈറ്റ് ചേർത്തിട്ട് ഒരു പേസ്റ്റൽ ഷെയ്ഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു ഷെയ്ഡാണ് ബോഡി പോർഷനായിട്ടുള്ള ഭാഗത്തൊക്കെ അടിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ബ്ലാക്ക് വെച്ചിട്ട് കുറച്ച് ലൈൻസൊക്കെ ഇട്ട് കൊടുത്തിട്ടും കൂടി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടോ. അപ്പോൾ പേസ്റ്റൽ ഷെയ്ഡായിട്ടുള്ള ഗ്രീനിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ. കുറച്ച് പോർഷനിൽ ഞാൻ ഒരു വൈറ്റ് നിർത്തിക്കൊണ്ട് അവിടെ കവർ ചെയ്യുന്ന രീതിയിൽ ഓറഞ്ച് കളറാണ് യൂസ് ചെയ്തത്. പിന്നെ ഈ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിൽ നമ്മൾ കാര്യമായിട്ട് പെയിൻറ്റിങ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. കാരണം അതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറേ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷെയ്ഡിലാണ് നമ്മൾ ബോഡി പോർഷൻ കവർ ചെയ്തത്. അതിൻ്റെ ചുറ്റുമായിട്ട് ബ്ലാക്ക് കളർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആ ഒരു പേസ്റ്റൽ ഗ്രീനിൻ്റെ കൂടെ ഓറഞ്ച് നല്ലൊരു കോമ്പിനേഷൻ ഫീൽ ചെയ്തു. നിങ്ങൾക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻസ് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഇവിടെ ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബ്ലാക്ക് വെച്ചിട്ട് ഇതുപോലെ ഒരു ലൈനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ബാക്കിൽ ഒരു കവറിങ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഓട്ടോറിക്ഷ ഫീൽ ഉണ്ടാവും അല്ലേ.
ഓട്ടോറിക്ഷ അല്ല ഓട്ടോറിക്ഷ അല്ലേ. അപ്പോൾ നമുക്കിനി അതിൻ്റെ ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെ ബ്ലാക്ക് കൊടുത്തെടുക്കണം. പിന്നെ നമ്മളതിൻ്റെ ബോഡി പോർഷനിൽ കുറച്ച് പോർഷനൊക്കെ ഇതുപോലെ വിട്ടിട്ടുണ്ടായിരുന്നു, ആ ഭാഗങ്ങളൊക്കെ ബ്ലാക്കാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ടയറിൻ്റെ പോർഷനിലും കൂടി കുറച്ച് ബ്ലാക്ക് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു ബ്ലാക്ക് കളർ മിഡിലായിട്ട് കൊടുത്തതിന് ശേഷം റൗണ്ട് ഷേപ്പിൽ ബ്ലാക്ക് വരച്ചു. ഇതുപോലെ നമ്മൾ ക്രോസ് ആയിട്ട് കുറേ ലൈൻസ് കൊടുത്തു, അറ്റത്തായിട്ട് ബ്ലാക്ക് കളറും കൂടെ കൊടുത്തു. അങ്ങനെ എല്ലാ ടയറും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ, നിങ്ങൾക്ക് എന്ത് തോന്നി കണ്ടപ്പോൾ ഒക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ബ്ലാക്ക് വെച്ചത് ഇതുപോലെ കുറച്ച് ഔട്ട്ലൈൻസ് ഒക്കെ നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ ഫ്രണ്ടിലത്തെ ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ഇളകി വന്നിട്ടുണ്ടായിരുന്നു. ഞാനതിവിടെ പിന്നെയും ഗ്ലൂ ഗണ്ണൊക്കെ അപ്ലൈ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ആ ഒരു ടയറിനും കൂടെ നല്ല നീറ്റായിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ള വർക്കായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ചെറിയൊരു ബെൻഡ് ഞാൻ കൊടുക്കാനുണ്ടായ കാരണം എന്താ വെച്ചാൽ ഫ്രണ്ടിലേക്കുള്ള ആ ഒരു പോർഷൻ കുറച്ചും കൂടി ഇങ്ങനെ നമുക്ക് ചെരിഞ്ഞ് നിൽക്കുമ്പോൾ ടയറൊക്കെ നല്ല രീതിയിൽ വിസിബിളായിട്ട് കിട്ടും. പിന്നെ ആ ഒരു നിൽക്കുന്ന സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെബിലിറ്റി കുറച്ചും കൂടി കൂടാനുള്ള ഒരു ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് കുറച്ച് ചെരിച്ച് കൊടുത്തത്. നിങ്ങൾക്ക് നേരെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഞാനിതിൽ ബാക്കിൽ ഫ്ലവേഴ്സാണ് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഒറിജിനൽ ഫ്ലവേഴ്സ് തന്നെ വെള്ളം ഒഴിച്ചിട്ട് സെറ്റ് ചെയ്യാം. കാരണം ഇത് ഗ്ലാസ് ആണ്, അതിൽ ലീക്കൊന്നും ഇല്ലെങ്കിൽ നല്ല നീറ്റായിട്ട് നമുക്ക് ആ ഒരു ഫ്ലവേഴ്സ് അതിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കണ്ടോ, എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇനി എന്ത് തോന്നുന്നു എന്നൊന്ന് കമൻറ്റ് ചെയ്യാം. ഒരു വെറൈറ്റി ആയിട്ടുള്ള വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. ഇനിയും വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു കിടുക്കൻ വർക്ക് ഇഷ്ടമായോ, അപ്പോൾ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് പറയണേ. അപ്പോൾ ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള കിഡ്നായിട്ടുള്ള വർക്കിനൊക്കെ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവരും സേഫ് ആയിരിക്കുക, ലൈക്ക് ചെയ്യാതെ പോകല്ലേ. അപ്പോൾ ടാറ്റാ, സീ യു, ടേക്ക് കെയർ.